ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നെക്സ്റ്റ് ജെൻ വിസ്ഡത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്നറിയോ? 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്റർ വരകളും വട്ടങ്ങളും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വരകളും വട്ടങ്ങളും. ചിത്രം ശ്രദ്ധിക്കൂ. എന്തെല്ലാം നിങ്ങൾക്ക് കാണാം കൂട്ടുകാരെ? പാലം, കുത്തബ് മിനാർ, പിസാ ഗോപുരം, മേശ. ഇത് എങ്ങനെയെല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പാലം ഉണ്ടാക്കിയത് പലതരം തൂണുകളും ചാഞ്ഞും ചരിഞ്ഞുമുള്ള താങ്ങുകളും കൊണ്ടാണ്. രണ്ടാമതായി കുത്തബ് മിനാർ നമുക്ക് കാണാം. കുത്തനെ ഉയർന്നു നിൽക്കുന്നതാണല്ലേ. അതിന് തൊട്ടടുത്ത് ഒരു ഇരുമ്പ് തൂണും കാണാം. മൂന്നാമതായി പിസാ ഗോപുരം. പിസാ ഗോപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നിർമ്മിക്കുന്ന സമയത്ത് അത് കുത്തനെയായിരുന്നു, പിന്നീട് അത് ചെരിഞ്ഞു വന്നതാണ്. നാലാമതായി നമുക്കൊരു മേശ കാണാം. പല അളവുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ മേശ. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം, വലതുഭാഗത്ത് 2 ചിത്രങ്ങളുണ്ട്, പാലത്തിന്റെയും മേശയുടെയും. അത് ഏതെല്ലാം രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് ഇടതുഭാഗത്ത് കാണാവുന്നതാണ്. വിവിധതരം അളവുകൾ എടുത്തിട്ടാണ് ഓരോന്നും പണിയെടുപ്പിക്കുന്നത്. ഇനി അതിന് താഴെ നമുക്കൊരു ചതുരം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തന്നിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണ്? 2 വശങ്ങൾ 5 സെന്റിമീറ്ററും മറ്റു 2 വശങ്ങൾ 3 സെന്റിമീറ്ററും. എങ്ങനെ വരയ്ക്കാം? ആദ്യമായിട്ട് നമ്മൾ ഒരു സ്കെയിൽ എടുക്കുക. അതുപയോഗിച്ച് താഴത്തെ വശം വരയ്ക്കുക 5 സെന്റിമീറ്റർ നീളത്തിൽ. അടുത്തതായി വരയുടെ ഒരറ്റത്ത് കുത്തനെ 3 സെന്റിമീറ്റർ ഉയരമുള്ള വര വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? ജാമിതി പെട്ടിയിലെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, അതിലെ സെറ്റ് സ്ക്വയർ അഥവാ ഒരു മട്ടം ആണ് നമ്മൾ ഇവിടെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് 3 സെന്റിമീറ്റർ നീളമുള്ള ഉയരമുള്ള ഒരു വര വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് പകുതി ചതുരമായി. ഇനി ബാക്കിയൂടെ നമുക്ക് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? അതിനായി നേരത്തെ ഉപയോഗിച്ച അതേ മട്ടം ഉപയോഗിച്ച് താഴത്തെ വരയുടെ വലത്തേ അറ്റത്ത് 3 സെന്റിമീറ്റർ ഉയരത്തിൽ ഒരു കുത്തനെ ഒരു വര വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ചതുരത്തിൻ്റെ 3 വശങ്ങൾ കിട്ടി. ഇനി 4ാമത്തെ വശം എങ്ങനെ വരയ്ക്കാം? ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് കുത്തനെയുള്ള 2 വരകളുടെയും മുകളറ്റങ്ങൾ ചേർത്ത് ഒരു വരയും കൂടി വരച്ചാൽ നമുക്ക് ചതുരം ലഭിക്കും. ഇപ്പോൾ വരച്ച വര 5 സെന്റിമീറ്റർ തന്നെയാകുമോ? ആയിരിക്കുമോ? നിങ്ങൾ ഒരു സ്കെയിൽ എടുത്ത് നോക്കൂ. 2 വശവും 5 സെന്റിമീറ്റർ തന്നെയാണോ? താഴെയുള്ളതും മുകളിലുള്ളതും ഒരേ സെന്റിമീറ്റർ തന്നെയാകുമോ എന്നുള്ളത് സ്കെയിൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. കുട്ടികളെ, നിങ്ങൾ അളന്നു നോക്കിയോ? ഒട്ടും ശരിയാതെയാണ് ഇടതും വലതും വശങ്ങൾ വരച്ചതെങ്കിൽ മുകളിലെ വശവും നിങ്ങൾക്ക് 5 സെന്റിമീറ്റർ തന്നെ കിട്ടിയിട്ടുണ്ടാകും. ഇനി ചുവടെയുള്ള ചിത്രം നോക്കിയേ. ഇതിൻ്റെ ഇടതും വലതും വരകൾ രണ്ടും ശരിയാതെ കുത്തനെ തന്നെയാണോ കാണുന്നത്? നമുക്കൊരു സംശയം തോന്നുന്നുണ്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ മട്ടം ഉപയോഗിച്ച് അത് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, നമ്മൾ മട്ടം ചതുരത്തിൻ്റെ വലത്തേ അറ്റത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെരിവ് കാണുന്നുണ്ടല്ലേ? എങ്ങനെയാണെങ്കിൽ മുകളിലെയും താഴത്തെയും വരകളുടെ നീളം തുല്യമായിരിക്കുമോ? ആയിരിക്കില്ല. കുറച്ച് വലത്തേക്ക് നീങ്ങിയിട്ടാണ് വലത്തേ വര നീങ്ങി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മറ്റൊരു ചിത്രം വരച്ചു നോക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു വര നീട്ടി വരയ്ക്കുക. എങ്ങനെ വരയ്ക്കാം? നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ഇനി അതിൻ്റെ ഇടത്തേ അറ്റത്ത് നിന്നും സ്കെയിൽ ഉപയോഗിച്ച് തന്നെ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു കുത്ത് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ആ 2 കുത്തുകൾക്കിടയിലുള്ള ദൂരം എത്രയാണ്? നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തതായി നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ 2 മട്ടങ്ങൾ കാണാം. അതിലേറ്റവും നീളം കൂടിയ മട്ടം എടുക്കുക. എന്നിട്ട് ഇപ്പോൾ വരച്ച വരയുടെ ഇടത്തേ അറ്റത്ത് ചിത്രത്തിലുള്ളതുപോലെ തന്നെ മട്ടം വയ്ക്കുക. എന്നിട്ട് ഒരു വര വരയ്ക്കുക. അടുത്തതായി ഇതേ മട്ടം 5 സെന്റിമീറ്റർ വലതുഭാഗത്തേക്ക് നിരക്കി നീക്കുക. എന്നിട്ട് ആ അറ്റത്തും ഇതുപോലെ തന്നെ ഒരു വര വരയ്ക്കുക. ഇനി അവിടെ നിന്ന് ആ മട്ടം നീക്കി വെച്ച് നമ്മുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഇപ്പോൾ വരച്ച 2 വരയിലും 3 സെന്റിമീറ്റർ നീളം അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷമുള്ള ഭാഗം റബ്ബർ ഉപയോഗിച്ച് മായ്ച്ചു കളയുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ 2 അറ്റങ്ങളും ചേർത്ത് ഒരു വര വരയ്ക്കുക മുകളിൽ. അതുപോലെ തന്നെ താഴത്തെ വരയിലും 5 സെന്റിമീറ്റർ കഴിഞ്ഞുള്ള ഭാഗം മായ്ച്ചു കളയാം.
ഇനി വീണ്ടും സ്കെയിൽ ഉപയോഗിച്ച് മുകളിലുള്ള വശം അളന്നു നോക്കൂ. എത്ര സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട്? 5 സെൻറ്റിമീറ്റർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച മട്ടത്തിൻ്റെ നീളം കുറഞ്ഞ വശം വെച്ചിട്ടാണ് നമ്മൾ ചെരിഞ്ഞ വരകൾ വരച്ചത്. ഇനി നമുക്കൊരു കാര്യം നോക്കാം. ഈ മട്ടത്തിന് തന്നെ ലംബമായിട്ടുള്ള നീളം കൂടിയ മറ്റൊരു വശം കൂടിയുണ്ട് ഇല്ലേ? അത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു വര വരച്ച് നോക്കാം. ഇപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം കാണാം. രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ തൊട്ട് മുൻപ് വരച്ച രീതിയിലുള്ള ചിത്രമാണ്. അതായത് മട്ടത്തിൻ്റെ ചെറിയ വശം ഉപയോഗിച്ച് വരച്ചത്. ഇനി നോക്കാം, രണ്ട് ചിത്രങ്ങളിലും മുകൾ വശം അളന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? രണ്ടിലും നമുക്ക് 5 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട്. നമ്മൾ 2 പേജ് മുൻപ് ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചിത്രം കാണിച്ചു തന്നിട്ടുണ്ട്. അതിലെ വലതുഭാഗത്തെ വശം മാത്രം അല്പം ചെരിഞ്ഞിരിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ, നമുക്ക് മുകളിലെ വശത്തിൻ്റെ നീളം മാറിപ്പോയിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ അല്ല കിട്ടിയത്. എന്നാൽ ഇപ്പോൾ വരച്ച എല്ലാ ചിത്രങ്ങളിലും എന്തു തന്നെയാണ്, 2 വശങ്ങൾ ചെരിച്ചിട്ടും മുകളിലെ നീളം മാറിയില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചേ കുട്ടികളെ, അതായത് ഇരുവശം എങ്ങനെ ചെരിച്ചാലും നമ്മുടെ മുകളിലെ വശം മാറാതിരിക്കുമോ? നമുക്കൊന്ന് നോക്കിയാലോ. 5 സെൻറ്റിമീറ്റർ വരയുടെ രണ്ടറ്റത്തും മട്ടം വച്ച് വരച്ചത് താഴെ തന്നിരിക്കുന്ന രീതിയിലാണെങ്കിലോ? നമുക്ക് നോക്കാം. രണ്ടറ്റത്തും നമ്മൾ തന്നിരിക്കുന്ന രീതിയിൽ മട്ടം വെച്ച് ഓരോ വര വരച്ചു. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി മട്ടമെല്ലാം അവിടെ നിന്ന് മാറ്റി നമ്മൾ 2 വരയുടെയും മുകളറ്റങ്ങൾ തമ്മിൽ ചേർത്ത് വരച്ചു. ഇനി നോക്കിയേ, ഇതിപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണോ? അല്ല അല്ലേ? താഴത്തെ വശം 5 സെൻറ്റിമീറ്റർ ആണ്. അതിനേക്കാളും ചെറുതാണ് മുകളിൽ. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. അപ്പോൾ എന്തായാലും അത് 5 സെൻറ്റിമീറ്റർ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ. ഈ ഇടതും വലതും വശങ്ങളില്ലേ, അത് അല്പം കൂടി മുകളിലേക്ക് ഒന്ന് നീട്ടി വരച്ച് നോക്കാം. ഇപ്പോൾ നോക്കിയേ, എന്താ നിങ്ങൾക്ക് കാണുന്നേ? ഇതൊരു ത്രികോണമായല്ലേ? ഇനി ഈ ത്രികോണത്തിൻ്റെ മറ്റു വശങ്ങൾ അളന്ന് നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? താഴത്തെ വശം 5 സെൻറ്റിമീറ്റർ ആണ്. മറ്റു 2 വശങ്ങളും ഒരേ അളവാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.